കടത്തുവള്ളം സർവീസ് നിലച്ചതിനാൽ പെരുന്നാട് ഗ്രാമപഞ്ചായത്തിലെ വള്ളക്കടവ് ഗ്രാമം ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വള്ളക്കടവ് ഗ്രാമത്തിലാണ്. പമ്പാ നദിയുടെ എതിർവശം മാടമൺ എന്ന ഗ്രാമമാണ്. മാടമണ്ണിലാണ് പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഒപ്പം തന്നെ റേഷൻ കട എന്നിവയുള്ളത്. ഈ റേഷൻ കടയിലേക്കൊക്കെ ആളുകൾക്ക് സാധനം വാങ്ങാൻ പോകുന്നതിന് ഈ വള്ളക്കടവ് പ്രദേശത്തു നിന്നും കിലോമീറ്ററുകൾ ചുറ്റി മാടമണ്ണിലേക്ക് എത്തേണ്ട അവസ്ഥയാണ്. നമ്മുടെ റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഈ മാടമൺ വള്ളക്കടവ് ജംഗ്ഷൻ. ഇരു കരകളെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് കടത്തുവള്ളമായിരുന്നു ആശ്രയം ഉണ്ടായിരുന്നത്. കുറേ നാളുകളിൽ നമ്മൾ നിവേദനം PWDക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അത് ശ്രീനാരായണ ഒരു കൺവെൻഷൻ നഗറാണിത്. അപ്പോൾ ഈ കൺവെൻഷൻ നടക്കുന്ന ഓരോ സമയത്ത് നമ്മൾ ഓരോ കുടുംബശ്രീ അംഗങ്ങളും ചേർന്ന് നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാലത്തിൻ്റെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന സ്ഥിതി വരെ നിലവിലുണ്ടായിരുന്നു. പിന്നീട് അതെന്താ സംഭവിച്ചെന്നും ഇവിടുത്തെ ജനനിവാസികൾക്ക് അറിയത്തില്ല. പിന്നെ ഇപ്പം ഞങ്ങളുടെ ഏറ്റവും വലിയ സങ്കടകരം എന്ന് പറഞ്ഞാൽ നിലവിലൊരു കടത്തുണ്ടായിരുന്നു. അപ്പം നിലവിലുണ്ടായിരുന്ന ആൾ പെൻഷനായി കഴിഞ്ഞതിന് ശേഷം താൽക്കാലിക ജീവനക്കാരായി പ്രമോദ് എന്ന് പറഞ്ഞൊരു കുട്ടിയെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അവനെ ജോലിയിൽ നിന്ന് 90 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ നീക്കം ചെയ്തു. അതിൻ്റെ കാരണവും ഇവിടുത്തെ നിവാസികൾക്ക് അറിയത്തില്ല. ഇപ്പം നിലവിലത്തെ സാഹചര്യം വളരെ ശോചനീയകരമാണ്. ഞങ്ങൾക്ക് നിലവിൽ ഒരു അമ്പലത്തിൽ പോകണമെങ്കിലോ ഒരു അക്ഷയ കേന്ദ്രത്തിൽ പോകണമെങ്കിലോ നിസ്സാരം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകണമെങ്കിലോ എല്ലാം ഞങ്ങൾ ആശ്രയിക്കുന്ന മറുകരയാണ്. നിലവിൽ നമുക്ക് നമ്മുടെ സ്വന്തം പഞ്ചായത്തായ ഗ്രാമപഞ്ചായത്ത് നമുക്കൊരു ഗ്രാമവണ്ടി വിട്ടു തന്നിട്ടുണ്ട്. അതിൻ്റെ സമയം അനുസരിച്ച് എല്ലാ ജനങ്ങൾക്കും പോകാൻ പറ്റത്തില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ എപ്പോഴും ബസ് സർവീസ് ഉള്ളത് നമ്മുടെ മറുകരയിലാണ്. ആ ഒരു സാഹചര്യം നിലനിൽക്ക ചെയ്താണ് ഇപ്പോൾ ഈ നിലവിലെ കടത്തുവള്ളം പൂർണ്ണമായിട്ടും ഇല്ലാതായിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അത് വളരെ സങ്കടകരമായ കാര്യമാണ്. നിലവിൽ ഞങ്ങൾക്ക് മാടമൺ ഗവൺമെൻറ് UP സ്കൂൾ എന്ന് പറയുന്നത് ഞാൻ പഠിച്ച വിദ്യാലയമാണ്. അതിനുശേഷം കുറേ കാലങ്ങളായിട്ട് കുഞ്ഞുങ്ങൾക്ക് കുറേശ്ശെ ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് ഇപ്പോൾ പൂർണ്ണമായിട്ട് ഈ കരകളിൽ നിന്ന് ഒരു ഒറ്റ കുട്ടി പോലും മാടമൺ ഗവൺമെൻറ് UPSൽ പഠനമില്ല. പമ്പാ നദിക്ക് കുറുകെയുള്ള കടത്തുവള്ളം സർവീസ് നിലച്ചതിനാൽ വളരെയധികം ദുരിതത്തിലാണ് പത്തനംതിട്ട പെരുന്നാട് ഗ്രാമപഞ്ചായത്തിലെ മാടമൺ ഗ്രാമനിവാസികൾ. ഒരു മാസം മുമ്പ് വരെ ഇവിടെ കടത്തുവള്ളം സർവീസ് ഉണ്ടായിരുന്നു. ആ കടത്തുവള്ളമാണ് ഇപ്പോൾ ഈ നദിയിൽ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ കടത്തുവള്ളം സർവീസ് നടത്തിയിരുന്നത്. റേഷൻ കട വാങ്ങിക്കാൻ പോകണമെങ്കിൽ 250 രൂപ മുടക്കിയാണ് ഞങ്ങൾ അക്കരെ വന്ന് റേഷൻ കടയിൽ സാധനം വാങ്ങുന്നത്. ആകെ 100-300 രൂപ തൊഴിലുറപ്പിന് പോയി കിട്ടുന്ന പൈസയാണ്. എൻ്റെ മോനാണെങ്കിൽ ഇവിടെ 87 ദിവസം ഇരുന്നെങ്കിലും ശമ്പളം കിട്ടിയിട്ടില്ല. എൻ്റെ കുഞ്ഞാണ് എൻ്റെ വീട് പുലർത്തുന്നത്. അതിൻ്റെ അച്ഛന് വയ്യാതിരിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഈ തൊഴിലുറപ്പിന് പോയ ആ പൈസ കിട്ടിയാണ് ഞങ്ങൾ ഓണത്തിന് പോലും ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ചത്. ഞങ്ങൾക്ക് അക്കരെ പോകാൻ ഒരു നിവൃത്തിയുമില്ല. എൻ്റെ ഒരു കൊച്ചുമോളുണ്ട്, അക്കരെ സ്കൂളിൽ പഠിക്കേണ്ടതാണ്. ഇപ്പം വടശ്ശേരിക്കര സ്കൂളിൽ സ്കൂൾ ബസ്സിനാണ് പോകുന്നത് ഇവിടുന്ന്. അതൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞാൻ ജോലിക്ക് പോകുന്നത് അക്കരെയാണ്, വീട് പണിക്കൊക്കെ ഞാൻ പോകുന്നതാണ്. അതുകൊണ്ട് ഈ വള്ളത്തെ വേണം എനിക്ക് അക്കരെ കയറാൻ. പിന്നെ ഭർത്താവ് ഉണ്ടായിരുന്നു, ഭർത്താവ് ആറ്റി വീണ് മരിച്ചതാണ്. അതും വള്ളമില്ലാതെ ഒരു പ്രാവശ്യം ഇതുപോലെ വള്ളം താമസിച്ച് അന്ന് 6 മണിയായപ്പോൾ കെട്ടിയിട്ട് ഇവിടെ അക്കരെ വന്നപ്പോഴത്തേന് 6 മണിയായി. വന്ന് ഇക്കരെ കയറി ആ കെട്ടേ കൂടെ വേണം കയറി വരാൻ. ആ കയറി വന്ന വഴിക്ക് എൻ്റെ ഭർത്താവ് മരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തുടങ്ങി ഇവിടുന്ന് അക്കരെ കയറി റേഷൻ കടയിൽ പോകണം, പച്ചക്കറി മേടിക്കണം, പെരുന്നാട് ആശുപത്രി പോകുന്നതിലും അക്കരെ കയറിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് എന്താ പറയുമ്പോൾ ഞങ്ങൾക്ക് വള്ളം അത്യാവശ്യമാണ് ഞങ്ങൾ ഈ കരക്കാർക്ക്. എനിക്ക് ഓർമ്മയ കാലം തൊട്ട് വള്ളക്കടവുള്ളതാണ്, ഗവൺമെൻറ് കടവാണിത്. അനേക ആൾക്കാർ അക്കരെ ഇക്കരെ പോകുന്നവരാണ്. അല്ലെങ്കിൽ കൂടി നിൽക്കുന്ന പെണ്ണുങ്ങളെല്ലാം ഒരുപാട് ജനങ്ങൾ പോകുന്ന സാറേ. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യമായി ഒന്നീ കടത്തുവള്ളം മതിയായേ പറ്റൂ, അല്ലാത്ത പക്ഷേ ഞങ്ങൾക്ക് പാലം വേണം. ഇത് രണ്ടില്ലേത് ഞങ്ങൾക്ക് അത്യാവശ്യം. പിന്നെ ഈ പയ്യൻ അവൻ്റെ ഉപജീവനം നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. അതിൻ്റെ ശമ്പളവും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ട് എൻ്റെ ഭർത്താവ് മരിച്ചത് ഈ കടവിൽ ഇവിടെ. അത് വള്ളം പൂട്ടിയിട്ടേച്ച് വള്ളം തിരിഞ്ഞപ്പം കൈ ഇങ്ങനെ കുത്തി വള്ളം തെന്നിയാൽ പോയി, ശ്വാസം മുട്ടിയാണ് മരിച്ചത്. അങ്ങനെ അനേക ആൾക്കാർ ഇവിടെ ഈ കടവിൽ തന്നെ മരിച്ചവരുണ്ട്. ഈ കടക്കാരൻ മരിച്ചത് ഈ കടവിലാണ്. സാധാരണക്കാർ അതിലൂടെ ഇറങ്ങി കയറിപ്പോവും. അങ്ങനെ പോയാണ് 2-3 മരണങ്ങളുണ്ടായി. ഞങ്ങളുടെ ഈ പ്രാദേശിക ഭാഗത്ത് താമസിക്കുന്ന ഞങ്ങൾ ഇത്രയും പേർക്കാണ് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഈ കടത്തുവള്ളം ഇല്ലാത്തതിൻ്റെ പേരിൽ അതിൻ്റെ പേരിലാണ് ഞങ്ങളുടെ ബന്ധുക്കളാണ് മരിച്ചത് മൊത്തം. ആ കട്ടേ കൂടെ കയറി വന്ന് വള്ളം കരയ്ക്ക് പോകാത്ത അവസരത്തിൽ അവർ ഈ കട്ടേ കൂടെ കയറി വന്നാണ് ഞങ്ങളുടെ സഹോദരന്മാരും ബന്ധുക്കളുമാണ് മൊത്തം മരിച്ചേക്കുന്നത് മൊത്തം. പിന്നെ ഈ കടയുടെ ഉടമയും എല്ലാം മരിച്ചിട്ടുണ്ട്. അത് ഈ വള്ളത്തിൻ്റെ പേരിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ആ ഭാഗത്തുനിന്ന് വണ്ടിയും വെള്ളവും ഇല്ലാത്തവരാണ്. ഈ അക്കരെ കടത്ത് കയറണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ വെള്ളമില്ലാതെ പറ്റത്തില്ല.
അമ്പലത്തിൽ പോകണേലും കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകണേലും രാവിലെ 6 മണി മുതൽ പിന്നെ 9 മണി വരെ ഇവിടെ ജോലിക്ക് പോകുന്നവരാണ്. കൂലിവേലയ്ക്ക് പോകുന്നവരും സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോകുന്നവരും അല്ല കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ട്. 9 മണിയാകുമ്പോഴത്തേനും അക്കരെ സ്കൂളിൽ കയറണം. അതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ വെള്ളമില്ലാത്തത് കൊണ്ടാണ് ബുദ്ധിമുട്ട്. വള്ളത്തെ 2 3 ഒരു 2 5 പേര് കയറിയാൽ ഈ വെള്ളം പണ്ട് പുരാതന കാലം മുതലേ ഇവിടെ സർവീസ് ഉള്ളതാണ്. ഇവിടെ ഈ പിന്നെ വള്ളത്തെ 5 പേര് കൂടുതൽ കയറിപ്പോയെങ്കിൽ വള്ളത്തെ വെള്ളം കയറുക. പണ്ടത്തെ വെള്ളം എങ്ങാണ്ടായത്. അതുകൊണ്ട് ആ വള്ളത്തെ പേടിച്ച് കയറാൻ പുതിയ വള്ളം ഉണ്ടെങ്കിൽ ഇതിലേ പറ്റത്തുള്ളൂ. പുതിയ വള്ളവും വേണം, പിന്നെ ഇവിടെ സർവീസും വേണം. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഇനി ഇപ്പം വൃശ്ചികമാസം വരിക. അനവധി അയ്യപ്പന്മാർ ആ കടവിലും ഈ കടവിലും വന്ന് കുളിക്കാനിറങ്ങുന്നതാണ്. അപ്പം ഇപ്പോൾ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അയ്യപ്പന്മാർ തന്നെ ഇതിലെ പോയിട്ടുണ്ട്. ഒത്തിരിയും പേര് ചത്തുടങ്ങി പോയിട്ടുണ്ട്. ഈ വള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അയ്യപ്പൻ ആറ്റി പോവാണെങ്കിൽ ഈ വള്ളത്തിൽ ഓടി വന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യം. പിന്നെ ഇവിടുത്തെ പിള്ളേരുണ്ട്. അതുപോലെ ഓരോ കാര്യങ്ങളും ഈ വള്ളം ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഈ വള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ പാലം തീർച്ചയായിട്ടും തീർത്ത് തരണം സാറേ. അതൊരു നടപടി എടുക്കണം. വള്ളം നശിക്കുന്നു. ഇതിപ്പം 1 മാസത്തോളമായി വെള്ളത്തിനടിയിൽ ഇങ്ങനെ കിടക്കുന്നത്. ഇവിടെ ഞങ്ങൾ പെരുന്നാട് ഹോസ്പിറ്റൽ, ഞാൻ മാസത്തിൽ 1 പ്രാവശ്യം പെരുന്നാട് ഹോസ്പിറ്റലിൽ പോയി. ഈ കഴിഞ്ഞ മാസത്തിൽ പോയിട്ട് വണ്ടി കിട്ടാഞ്ഞ് നേരിട്ട് ഇങ്ങോട്ട് വരാൻ വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാഞ്ഞ് മുക്കത്ത് ആശുപത്രിയുടെ അവിടെ നിന്ന് നടന്ന് ഞാൻ ഇവിടം വരെ വന്നത്. അങ്ങനെ അതേസമയം ഇതിലെ അക്കരെ കയറിയാൽ ഞങ്ങൾക്ക് ബസ് എപ്പോഴും ഉണ്ട്. അങ്ങ് പോകാൻ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളമില്ലാത്തതുകൊണ്ട്. വെള്ളം കുറവാകുമ്പോൾ ഇതുവഴി കയറിപ്പോയി. ചിലപ്പോൾ അക്കരെ ചെന്ന് കഴിയുമ്പോഴാണ് ഇവിടെ എപ്പോഴും വെള്ളം അഴിച്ചു വിടും. മിനിഞ്ഞാന്നാന്നേലും കുറച്ച് പിള്ളേർ ഇവിടെ നിന്ന് കുളിച്ചോണ്ടിരിക്കുക. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. പെട്ടെന്ന് വെള്ളം വന്നു. ഞങ്ങളിവിടെ നിന്നത് കാരണം ഞങ്ങൾ അവരോട് പറഞ്ഞു ഇവിടെ അപകടമാണ്, പെട്ടെന്ന് കയറിപ്പോയി. ആ പിള്ളേരെ കയറ്റി വിട്ടിട്ടാണ് ഞങ്ങൾ കയറിപ്പോയത്. ഈ കെട്ടേ കൂടെ തന്നെ പോയി ഒത്തിരിയാണ് ഈ ഇവിടെ വീണ് കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. കയമായി കല്ലടുക്കിയിരിക്കും. ഇവിടെ ഈ വാട്ടർ അതോറിറ്റിക്ക് വേണ്ടി പിന്നെ ചെക്ക് ഡാം പണിതേക്കുന്നത്. അപ്പം അതിൻ്റെ അടിയിലെല്ലാം കല്ലിങ്ങനെ പറക്കി അടുക്കി വെച്ചിരിക്കുക. അപ്പോൾ അതേ വീണ തല പൊട്ടും. പിന്നെ നോക്കണ്ട. ഇവിടെ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ടുണ്ട്. അത് അക്കരയിൽ നിന്ന് നടന്ന് ഈ സൈഡ് വരുമ്പോഴാണ് കാല് പറഞ്ഞു പോയെങ്കിൽ പോയി. പിന്നെ ആളിനെ ശവമാണ് എടുക്കുന്നത്. ഒന്നാണെങ്കിൽ ഞങ്ങൾ റാന്നി ചെന്ന ശവം 3-ാമത്തെ 4-ാമത്തെ ദിവസം ശവം കിട്ടിയത്. അങ്ങനെയുള്ള ഒരു കടവായത്. ഞങ്ങൾക്ക് വെള്ളം അത്യാവശ്യമാണ്. വള്ളക്കടവിൽ കടത്തുവള്ളം സർവീസ് നിലച്ചതിലൂടെ ആളുകൾ നദിക്ക് കുറുകെ കടക്കുന്നത് ദാ കാണുന്ന കെട്ടിലൂടെയാണ്. ഈ കെട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഒഴുക്കിൽപ്പെട്ടും ഒപ്പം തന്നെ കാൽ വഴുതിയും വലിയ കുഴിയിൽ വീണ് നിരവധി ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഈ പ്രദേശവാസികളുടെ എല്ലാം ആവശ്യം ഇവിടെ കടത്തുവള്ളം സർവീസ് പുനരാരംഭിക്കണം എന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുകൊണ്ടൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.